ചുണ്ട് നനച്ചു കൊടുക്കുക. അതായത് നാവ് കൊണ്ട് നനച്ചു കൊടുക്കുക എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളിൽ ആരെങ്കിലും എന്നെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ, ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടാകും കെയർ ചെയ്യുന്ന വീഡിയോ കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാന്ന്. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ ഒരാളൊരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുത്തില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ചെയ്യുന്നത് കുറച്ച് ദിവസം ഒന്ന് ലാഗായി പോയി. അപ്പൊ ഇന്ന് ആ വീഡിയോ ഉണ്ട്, ലിപ് കെയറിന്റെ വീഡിയോ. ലിപ്പ് എങ്ങനെ നമുക്ക് കെയർ ചെയ്യാം, അതായത് നമ്മുടെ ചുണ്ട് എങ്ങനെ കെയർ ചെയ്യാം, നമ്മുടെ ഫേസ് ബാക്കിയുള്ള കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് പോലെ തന്നെ അവർക്കും നമ്മളൊരു കെയർ കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട് കേട്ടോ. ഫേസ് എത്ര നന്നായിട്ടിരിക്കുമ്പോഴത്തേക്കും ലിപ്പ് ഒന്ന് ഡാർക്ക് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ. നമുക്ക് എപ്പോഴും ലിപ്സ്റ്റിക് ഇട്ടിട്ടോ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാറില്ലല്ലോ. അപ്പൊ ലിപ്പ് നമ്മളിപ്പോ എത്ര മേക്കപ്പ് ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടിലൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കാണല്ലോ ഒരു മുഖം കാണാൻ വേണ്ടിട്ട് അത്യാവശ്യം ഒരു ബ്രൈറ്റ്നസ്, അത്യാവശ്യം ഒരു ഇതൊക്കെ കിട്ടുന്നതല്ലേ. നമ്മളെ വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ ചുണ്ട് ഒന്ന് നന്നാക്കി വെക്കാന്ന്, അങ്ങനത്തെ കുറച്ച് ടിപ്സും ട്രിക്സും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളതാണെങ്കിലും എക്സ്ഫോളിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിപ്പോ ഞാൻ എന്റെ വീഡിയോ ഇടാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതാണെങ്കിൽ കുറച്ച് പഞ്ചസാര എടുക്കുക. അത് നമുക്ക് സ്ക്രബ് ചെയ്യുന്നത് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഓവിന്റെ ഒക്കെ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് വാങ്ങാൻ പറ്റാത്തവരാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് വീട്ടിൽ വെച്ചിട്ട് അതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ പറയണമെങ്കിൽ കുറച്ച് പഞ്ചസാര എടുക്കുക. പഞ്ചസാര എന്ന് പറയുമ്പോഴത്തേക്ക് ഓവർ തരിയില്ല, കൂടുതൽ തരിയുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. അതുകൊണ്ട് ഒരു ഇതിലെടുത്തിട്ട് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി. ഓവർ തരിയുള്ളതാണെങ്കിൽ, ചെറിയ തരിയുള്ളതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് പഞ്ചസാര എടുക്കുക, കുറച്ച് തേൻ എടുക്കുക. അത് കൂട്ടിയിട്ട് നമ്മുടെ ചുണ്ടിൽ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിപ്പോകും. പിന്നെ എനിക്ക് പറയുള്ളതാണ്, നമ്മുടെ പല്ല് വെക്കുന്ന സമയത്ത് നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ വെച്ചിട്ട് ജസ്റ്റ് ചുണ്ടിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താലും മതി. ആവശ്യമില്ലാത്ത ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് റിമൂവ് ആയി പോയിട്ട് ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഫസ്റ്റ് പറയുകയാണെങ്കിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുക. വീക്കിലി എങ്കിലും നമ്മുടെ ചുണ്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത് എനിക്ക് പറയുള്ളതാണെങ്കിൽ ഹൈഡ്രേഷൻ. നമ്മുടെ ചുണ്ട്, നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കുക കേട്ടോ. ധാരാളം വെള്ളം, ധാരാളം എന്ന് പറയുമ്പോൾ ഓവർ വെള്ളമല്ല, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക. നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുക കേട്ടോ. അതാണ് അടുത്ത് എനിക്ക് പറയാനുള്ളത്. ഡ്രൈ ആക്കി വെക്കരുത്. നമ്മുടെ സ്കിൻ എപ്പോഴും പ്ലംബി നല്ല ഗ്ലോയി സ്കിന്നൊക്കെ കിട്ടണമെങ്കിൽ അത്യാവശ്യം വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അപ്പൊ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ചുണ്ടിനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നാവ് വെച്ചിട്ട് ലിക്ക് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ചുണ്ടിൽ എപ്പോഴും മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാവ് വെച്ചിട്ട് ചുണ്ട് എപ്പോഴും ഇങ്ങനെ ലിക്ക് ചെയ്തിട്ട് ഇരിക്കുക. അത് ശരിയല്ല കേട്ടോ, അതങ്ങനെ ചെയ്യരുത്. അതങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചുണ്ട് കുറച്ച് കൂടിയിട്ട് ഡാർക്ക് ആവാം. അതെന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ സലൈവയിൽ, നമ്മുടെ ഉമിനീരിലുള്ള എൻസൈംസ്, നമ്മുടെ നാച്ചുറൽ ഓയിൽസിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്, അതായത് ചുണ്ടിലെ. അതുകൊണ്ട് നമ്മുടെ ചുണ്ട് വെച്ചിട്ട് നമ്മുടെ നാവ് വെച്ചിട്ട് ഒന്നും ലിക്ക് ചെയ്യാണ്ടിരിക്കുക. എന്തെങ്കിലും പറയാൻ നാവ് വെച്ചിട്ടില്ല എന്താണ് ഇങ്ങനെ കുഴപ്പമില്ല എന്ന് ചോദിക്കും. അതങ്ങനെയില്ല, അത് ഇങ്ങനെയാണ്. ഇതിന്റെ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ അടുത്ത് എനിക്ക് പറയാനുള്ളതാണെങ്കിൽ ഒരു SPF, നമ്മുടെ സ്കിന്നിൽ SPF ഇടും. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിലും ഒരു SPF വേണം. നമ്മുടെ സ്കിന്നിൽ ഇടുന്ന SPF തന്നെ നമ്മുടെ ചുണ്ടിൽ ഇടുന്നവരും ഉണ്ട്. അത് ഓക്കെ, അത് കുഴപ്പമില്ല. എന്നാലും കുറച്ചുകൂടി എഫക്റ്റ് വേണമെങ്കിൽ ലിപ് ബാം, SPF കണ്ടന്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം എപ്പോഴും യൂസ് ചെയ്യുക കേട്ടോ. ലിപ് ബാമിൽ തന്നെ SPF ഉള്ള ലിപ് ബാം കിട്ടും. അത് വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. നമ്മുടെ ചുണ്ടിലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ നന്നായിട്ട് സഹായിക്കുന്നതാണ് വിത്ത് SPF ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. പെട്ടെന്നൊന്നും മാറത്തില്ല, കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. അതൊക്കെ എനിക്ക് പറയുള്ളതാണെങ്കിൽ നമ്മുടെ ലിപ്പിന് വേണ്ടിയിട്ട് ഒരു ലിപ് മാസ്ക് യൂസ് ചെയ്യുക. ലിപ് മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ലിപ് ബാമിനെക്കാട്ടിലും കുറച്ചുകൂടെ എഫക്റ്റ് കൂടുതലുള്ളതാണ് കേട്ടോ ലിപ് മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. ലിപ് മാസ്ക് രാത്രി സമയങ്ങളിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക്. രാത്രി സമയങ്ങളിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും നേരം രാവിലെ വരെ നമ്മുടെ ലിപ്പിൽ ഇങ്ങനെ കടന്നിട്ട് നല്ല സ്കിന്നൊക്കെ, നമ്മുടെ ചുണ്ടൊക്കെ നല്ല പ്ലംബി മോയിസ്റ്റ് ആക്കി വെക്കുക. ലിപ് ബാമിനെക്കാളും കുറച്ച് എഫക്റ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ലിപ് മാസ്ക് ആണ്. ഓവിൻ്റെതുണ്ട്, ഡോക്ടർ കീ ഉണ്ട്, അങ്ങനെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ലിപ് മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക്.
കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ് ആണ്. കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, ലിപ് മാസ്ക് യൂസ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ നമ്മുടെ ലിപ്പ് ഒന്ന് നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഓയിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ലിപ്പ് മസാജ് ചെയ്ത് ആ ക്രാക്ക് ഒക്കെ ഒന്ന് മാറി ലിപ്പ് ഒന്ന് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് ക്രാക്ക് ഒന്നും ഉണ്ടാവത്തില്ല. നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും നമ്മുടെ ലിപ്പിന്റെ ഹെൽത്തിനെസ് നമുക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ലിപ് ബാം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പെപ്പർമിന്റ് ഓയിൽ ഉള്ളതാണെങ്കിൽ അത് അടിപൊളിയാണ് കേട്ടോ. പെപ്പർമിന്റ് ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചുണ്ടിലെ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുന്നതാണ് കേട്ടോ പെപ്പർമിന്റ് ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ വീട്ടിൽ ചെയ്യേണ്ട 2-3 ഹോം റെമഡി ഞാൻ പറഞ്ഞുതരാം. ലിപ്പിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലിപ്പിനെ കുറച്ച് കെയർ ചെയ്യും, വീട്ടിൽ നമുക്ക് എങ്ങനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ഹോം റെമഡീസ് 2-3 ലിപ് ബാം സജഷൻസും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് എനിക്ക് പറയാനാണെങ്കിൽ മഞ്ഞൾ, നമ്മുടെ ടർമറിക് ഉണ്ടല്ലോ, ടർമറിക് എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ എടുക്കുക, രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചുണ്ടിൽ നന്നായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു മസാജ് അടിപൊളിയാണെന്ന്. ചുണ്ടിൽ നന്നായിട്ട് കുറച്ച് നേരം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അത് കഴുകിക്കളഞ്ഞാൽ അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടും. സ്റ്റെയിൻ ആവുമെന്ന് പെട്ടെന്ന് കൂടുതൽ വിചാരിക്കേണ്ട, അത് മാറും കേട്ടോ, പെട്ടെന്ന് അങ്ങ് മാറും. അത് അടിപൊളി ഒരു ഹോം റെമഡിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് അറിയാൻ പറ്റും. പക്ഷെ ഒരു ദിവസമല്ല, കുറച്ച് ദിവസം കണ്ടിന്യൂസ് എന്ന് പറയുന്നില്ല, ഒന്നിടവിട്ടോ ഒരു വീക്കിലി 3 ദിവസം അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ പിന്നെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും ഒരു ലിപ് ബാം പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ബീട്രൂട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സിയിലൊന്ന് അടിക്കുക. അടിച്ച ശേഷം അതിന്റെ ജ്യൂസ് എടുത്ത് ഒരു പാനിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അതിനൊന്ന് വെള്ളം കളഞ്ഞാണ്ട് ഈർപ്പം പോയി ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. നല്ല കുറുക്കി ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഹണി, കുറച്ച് നമ്മുടെ നെയ്യില്ലേ അതും കൂടിയിട്ട് ചേർത്ത് നല്ലൊരു ക്രീമി പരുവത്തിലാക്കിയിട്ട് ചെറിയൊരു ബോട്ടിൽ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിനെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിന്നും നമ്മുടെ ചുണ്ടൊക്കെ നല്ല പ്ലംബി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല അടിപൊളിയാണ്, നിങ്ങളത് യൂസ് ചെയ്ത് നോക്കണേ. അടുത്ത ഹോം റെമഡി എന്ന് പറഞ്ഞാൽ ശർക്കര എടുക്കുക. ശർക്കര, മഞ്ഞപ്പൊടി, ഹണിയായിട്ട് ഇത് 3 കൂടിയിട്ട് ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചതിന് ശേഷം ശർക്കര, മഞ്ഞപ്പൊടി, ഹണിയും കൂടിയിട്ട് ഇത് ഒരു മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചുണ്ടില് നന്നായിട്ടൊരു മാസ്ക് ആയിട്ട് കുറെ നേരം ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയാം കേട്ടോ. ഇത് നമ്മുടെ ചുണ്ടിലെ ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ച് ഹോം റെമഡീസ് നമുക്ക് ഉണ്ട്. അപ്പൊ ഞാൻ അടുത്ത് കുറച്ച് നല്ല റിസൾട്ട് കിട്ടുന്ന കുറച്ച് ലിപ് ബാം കൂടിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് തന്നെ പറയാം, സെബാമേഡിന്റെ ലിപ് ബാം അടിപൊളിയാണ് കേട്ടോ. അത് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഡേ കൺസ്ട്രക്റ്റിന്റെ ലിപ് ബാമും അടിപൊളിയാണ്. അത് നല്ല റിസൾട്ട് നമുക്ക് തരും കേട്ടോ. പിന്നെ ഫോക്സ്റ്റൈലിന്റെ ലിപ് ബാം അതും അടിപൊളിയാണ്. അത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ബാമും അതും അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാം ഉണ്ട്, അതും അടിപൊളി. എനിക്ക് അടുത്ത് പറയാനുള്ളതാണെങ്കിൽ നിങ്ങൾ ലോക്കൽ ലിപ്സ്റ്റിക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ചുണ്ട് നന്നായിട്ട് കറുത്ത് പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റിനുള്ളതും അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള ലിപ്സ്റ്റിക് നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക്. നമ്മൾ ലോക്കൽ ലിപ്സ്റ്റിക് വാങ്ങുമ്പോഴത്തേക്ക് ചുണ്ട് നല്ല ഡാമേജ് ആവാൻ വേണ്ടിയിട്ട്, ചുണ്ട് ഡാർക്ക് ആകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ലിപ്സ്റ്റിക് വാങ്ങുമ്പോഴത്തേക്ക് അത് ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം മിക്കവർക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഓവർ ലിപ്സ്റ്റിക് നമ്മുടെ കുറഞ്ഞ ലിപ്സ്റ്റിക് നമ്മളെ അടുത്ത കടകളിലൊക്കെയുള്ള ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചുണ്ട് നന്നായിട്ട് കറുത്തു പോകും. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മേക്കപ്പിന്റെ ബാക്കി കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ചുണ്ടിലിടുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയാണ് നമ്മൾ ലിപ്പ് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാൻ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ലിപ്പൊക്കെ നിങ്ങളുടെ ചുണ്ടൊക്കെ നല്ല പ്ലംബി ജ്യൂസി അടിപൊളിയായിട്ടൊക്കെ വെക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നാളെ മറ്റു വീഡിയോ വീണ്ടും കാണാം. നാളെ കാണുന്നത് വരയ്ക്കും ബൈ.